ഉത്തർപ്രദേശ് നിയമസഭയിൽ കോൺഗ്രസിന് 199 അംഗങ്ങളെ മാത്രമേ ജയിപ്പിച്ചെടുക്കാനായുള്ളൂ. 425 അംഗ അസംബ്ലിയാണ്. 199 എന്നാൽ കേവല ഭൂരിപക്ഷമായിട്ടില്ല. അങ്ങനെ ഭൂരിപക്ഷം തികക്കാനാവാതെ അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് 52,000 വോട്ടിന് ജയിച്ചു വന്ന ചൗധരി ചരൺ സിംഗ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി പുറത്തുചാടുന്നത്. ഡോക്ടർ രാം മനോഹർ ലോഹിയയും സമാന മനസ്കരും ചൗധരി ചരൺ സിംഗിന് പിന്നിൽ അണിനിരന്നു. നല്ല രസമായിരുന്നു ആ നിര കാണാൻ. വലതുഭാഗത്ത് സാക്ഷാൽ നാനാജി ദേശ്മുഖിന്റെ ഭാരതീയ ജനസംഘം മുതൽ ഇടതുഭാഗത്ത് CPIM വരെ ആ മുന്നണിയിൽ അണിനിരന്നു. അതായിരുന്നു സംയുക്ത വിധായക് ദൾ എന്ന ആ കോൺഗ്രസ് വിരുദ്ധ മുന്നണി. എന്നുവെച്ചാൽ അടിയന്തരാവസ്ഥയും ജനതാ പാർട്ടിയും ഒക്കെ ഉണ്ടാവുന്നതിന് 10 വർഷം മുമ്പ് തന്നെ CPIM ജനസംഘവുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം. ജനസംഘത്തിനും CPM-നും പുറമെ സ്വതന്ത്ര പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ ആ മുന്നണിയിലുണ്ടായിരുന്നു. പോരാത്തതിന് 22 സ്വതന്ത്രന്മാരും. കണക്ക് നോക്കിയാൽ CPI ആണ് അന്ന് ഉത്തർപ്രദേശിലെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPIക്ക് 13 MLA-മാരുണ്ട്. CPM-ന് ആകെ ഒരൊറ്റ MLA മാത്രമാണുള്ളത്. 13 MLA-മാരുള്ള CPI കോൺഗ്രസിനെ കൊല്ലാൻ മടിച്ചു നിൽക്കുമ്പോഴാണ് ഏകാംഗ CPM ചൗധരി ചരൺ സിംഗിനെ പിന്തുണച്ചുകൊണ്ട് ആവേശപൂർവ്വം ജനസംഘവുമായി സഖ്യം ചേരുന്നത്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ചരിത്രം അവിടെ ആരംഭിക്കുകയാണ്.